ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇവിടെ എല്ലാവർക്കും സുഖമാണ്. പിന്നെ ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. പിന്നെ അടുത്ത അടുപ്പത്ത് ദോശയ്ക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ദോശയ്ക്ക് മാവ് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ വെള്ളം തിളച്ചു. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് ഗ്ലാസ്സിലേക്ക് വെള്ളം മുറിക്കുകയാണ്. എന്നിട്ട് അരിയിടാം. അപ്പം അരി ഞാൻ കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഗ്ലാസ്സിലേക്ക് വെള്ളം മുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അരി കഴുകി കൊണ്ടുവന്നേക്കും കേട്ടോ. അരി കഴുകുന്ന സമയം കൂടി നമ്മൾ വെള്ളം തിളയ്ക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ വെള്ളമൊക്കെ ഗ്ലാസ്സിലേക്ക് മുക്കിയതിന് ശേഷമാണ് പിന്നെ ഞാൻ അരി ഇടുന്നത്. അപ്പോൾ അതും ദോശ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇട്ട് ചൂടാന്ന് വിചാരിച്ചു കേട്ടോ ഞാനൊന്ന്. അപ്പോൾ എനിക്ക് എന്തായാലും കുഴപ്പമില്ല, എന്നെ കഴിക്കത്തില്ല മുതൽ ഞാൻ കഴിക്കും കേട്ടോ. ബാബി മോൾക്ക് എന്നും ദോശ ഇഷ്ടമല്ല, സാധാ ദോശ. സച്ചുവിനും റിച്ചുവിനും എന്തായാലും ദോശയ്ക്ക് എപ്പോൾ ദോശ കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ റിച്ചു മോനാണ് ഏറ്റവും കൂടുതൽ ദോശ ഇഷ്ടം കേട്ടോ. അത് എപ്പോൾ കൊടുത്താൽ നിന്നും ചോറിന് 2 നേരം 3 നേരം ദോശ ഉണ്ടാക്കി കൊടുത്താലും കഴിക്കും കേട്ടോ. സച്ചുവിന് പിന്നെ കുറച്ചൊക്കെ ദോശ കഴിക്കുമ്പോൾ പിന്നെ വേറെ കടികളൊക്കെ അതിന് വേണം. നല്ല കടികൾ അവർക്ക് ഇഷ്ടമാണ്. പിന്നെ ഓട്ടട സച്ചുമോന് ഇഷ്ടമല്ല. റിച്ചുവിനും എനിക്കും ബാബിക്കൊന്നും കുഴപ്പമില്ല. ഇട്ട് ചിക്കൻ കറി ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ പല വെറൈറ്റികളാണ് ഇപ്പോൾ. ഉഴുന്തോശ എൻ്റെ പവിക്കും സച്ചിനും ഭയങ്കര ഇഷ്ടമാണ്. റിച്ചുമോന് അങ്ങനത്തെ ദോശ ഇഷ്ടമല്ല, പക്ഷേ അധികം മുരിയാത്ത ദോശ അത് ഇഷ്ടമാണ്. അങ്ങനെ ഇവർക്ക് പല വെറൈറ്റികളാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒറ്റ ദോശ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ പലവരുടെ ഇഷ്ടം നോക്കാറില്ല, ഞാനാണ് ഉണ്ടാക്കും. കഴിക്കുന്നത് കഴിക്കട്ടെ വിചാരിക്കും. അപ്പോൾ ചെറിയ കുട്ടികളുടെ ആവശ്യങ്ങളാണ് ഞാൻ കൂടുതൽ നോക്കാറില്ല. കാരണം അവർക്ക് നമ്മളെല്ലാം ഉണ്ടാക്കി കൊടുക്കാനുള്ള വെച്ചിട്ട് അങ്ങനെ ചോറിലേക്ക് നമ്മൾ ചട്ടി വെച്ചു. ചട്ടിയിൽ 2 തക്കാളി, പച്ചമുളക്, കറിവേപ്പില, നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇടാം കേട്ടോ. പച്ചമുളക് കൂടുതൽ ഇടുന്നുണ്ടെങ്കിൽ മുളക് ഇട്ട് കുറയ്ക്കുക. അപ്പോൾ നമ്മൾ തക്കാളി, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില, നമ്മുടെ തേങ്ങ. ഈ തേങ്ങയിൽ കുറച്ച് പെരുംജീരകവും പിന്നെ ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചിട്ട് ഇതിലൊക്കെ ചേർത്ത് കൊടുത്ത് നല്ല കുഴച്ച് വയ്ക്കാം. അങ്ങനെയും വെക്കാം. തേങ്ങ ലാസ്റ്റ് ഇട്ടതിന് ചേർക്കാം കേട്ടോ. അങ്ങനെയും വെക്കാം. ഞാൻ ഇതൊക്കെ കൂടി കൂട്ടിയിട്ടാണ് വെച്ചത്. അത് നല്ലോണമായി തിളച്ച് ഒക്കെ വന്നപ്പോൾ മീനിട്ടു. അപ്പോൾ ഞാനിതാ കടുകും ചുവന്ന മുളകും ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരാനായപ്പോഴത്തേനും ഞാൻ 2 മണി ഉലുവ ഇട്ടു. അതിലോട്ട് കുറച്ച് കറിവേപ്പിലിട്ടു. പിന്നെ കുറച്ച് മുളക് പൊടി കൂടി ഇട്ടിട്ട് ഞാൻ അതിലോട്ട് ചേർത്ത് അങ്ങനെ ഭാവിക്ക് ലേണിംഗ് എടുക്കണമെങ്കിൽ സ്കൂട്ടി മേടിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് അതിൽ ലേണിംഗ് എടുക്കണം, ലൈസൻസ് എടുക്കണമെങ്കിൽ ലേണിംഗ് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൺവേർഷനിലേക്ക് വേണ്ടിയിട്ട് പോയി. അവിടുന്ന് നേരെ ഞങ്ങൾ ദോശ കഴിക്കാൻ പോയിട്ടാണ്. കടയിൽ നിന്ന് ദോശ കഴിച്ചു. പിന്നെ വരുന്ന വരവിലെ കല്യാണക്കത്ത്, ബാബിമോളുടെ കല്യാണത്തിൻ്റെ കത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വാങ്ങാൻ വേണ്ടിയിട്ട് റെഡിയായി എന്ന് പറഞ്ഞു. അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 2 പേരും കൂടി വീട്ടിലൊക്കെ എത്തിയതിന് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തത് ഉൾപ്പെടുത്തി പറ്റിയിട്ടുള്ള ആ ഒരു രംഗമാണ്. ഓക്കെ, ബൈ, സീ യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ, സീ യു.